ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉള്ളിവട ആക്കിയാലോ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 3 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്. നമുക്കിതിൽ ക്ലീൻ ചെയ്തിട്ട് സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സവാള ഉള്ളി തീരെ കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അരിയുന്നത് ഓരോരുത്തർ ഇഷ്ടത്തിന്. നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. നമുക്കിതെല്ലാം ഇനി അരിഞ്ഞ് എടുത്തിട്ട് പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം അരിഞ്ഞ് വെച്ചില്ല. അതിനകത്തോട്ട് നമുക്കാദ്യം 1 കപ്പ് മൈദാപ്പൊടി ഇടാം. അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കടലമാവും കൂടെ ഇടണം. കടലമാവ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്. ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി പൊടികൾ ചേർക്കാം. തന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിടാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിനകത്ത് മുളക് പൊടി ഇടാം. എരി അനുസരിച്ചാണ്. എരി കൂട്ടിയും കുറച്ചും ഇടാം. ചിലർക്കൊക്കെ എരി കൂടുതലാണ്, ചിലർക്ക് കുറച്ചും മതി. ഞാൻ ആദ്യം 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. എരി കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരുപാട് ഇടലും എരി കാരണം കഴിക്കാൻ പറ്റില്ല. പിന്നെ പേരിനൊരു കുറച്ചും കൂടെ ഇടുന്നുണ്ട്. ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്കിന് ഉപ്പിടാം. ഉപ്പും ആവശ്യത്തിന് ഇട്ടാൽ മതി, ഒരുപാടാവരുത്. നോക്കിയിട്ടാൽ മതി ഉപ്പ് അളവിന് വേണ്ടി. കാരണം ഇപ്പോൾ കുറച്ചിട്ടിട്ടുള്ളൂ. നമുക്കിതെല്ലാം മിക്സാക്കിയതിന് ശേഷം ഉപ്പ് കാണുമെങ്കിൽ പിന്നെ ഇടാം. നമ്മൾ ഉള്ളിവടയ്ക്കുള്ള മാവും കരളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എണ്ണ നല്ല സെറ്റായി വന്നപ്പോഴത്തേക്ക് ഉള്ളിവടയ്ക്കുള്ളത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വെന്ത് വരട്ടെ. നമ്മൾ ആദ്യം ആക്കി ഉള്ളിവട മുരിഞ്ഞ് നല്ല രീതിയിൽ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിവടയും ചായയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് ആദ്യം അമ്മൂന് കൊടുക്കാം. അങ്ങനെ അമ്മൂന് കൊടുത്തിട്ടുണ്ട്. അമ്മു അതിനെ ഉണ്ടാക്കാവോ? അമ്മൂന് ഇഷ്ടപ്പെട്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് അത് ശരീരത്തിന് നല്ലതാണ്. കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് നേരം മെനക്കെടണമെന്നല്ലേ ഉള്ളൂ. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടണമെന്നില്ല. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. ടേസ്റ്റിനൊക്കെ ഷേപ്പും കറക്റ്റ് ആവണമെന്നില്ല. ഒരാൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ.